ഇന്റർവ്യൂവിന് വരും മുൻപേ കുറെ പ്രിപ്പയർ ചെയ്തിരുന്നു. എന്തിന്? ബേബിച്ചേട്ടൻ എപ്പോഴാണ് ഷമ്മിയാകാറുണ്ടോ? ഷമ്മിയല്ല, ഇതിനോട് വഴക്കിട്ടത് വഴക്കിടൂല, തിരിച്ച് ദേഷ്യമില്ല. ദേഷ്യപ്പെട്ട നമസ്കാരം, എന്റെ പേര് കരിവേലിൽ പിള്ളിൽ ശാന്തൻ മകൻ പ്രശാന്തൻ, KS പ്രശാന്തൻ. ഇത്രയും സമാധാനം എനിക്ക് വേണ്ട. റിയാക്ട് ചെയ്യും, നമ്മൾ റിയാക്ട് ചെയ്യണമല്ലോ. സുഹൃത്തെ പ്ലീസ് ശാന്തനാകും. കണ്ടത് എങ്ങനെയാ? അത് എന്ത് കോസ്റ്റ്യൂം ആയിരുന്നു ചേച്ചിട്ട്? ഒരു പിങ്ക് കളറില് ഒരു ബ്ലാക്ക് ഡോട്ടുകളൊക്കെ ഉള്ള ഒരു ജാക്കറ്റ് പോലത്തെ ഒരു ഇതും, പിന്നെ ഭയങ്കര പാന്റ് മുഴുവൻ ഇങ്ങനെ ഭയങ്കര ഡിസൈൻ ഉള്ള കൂട്ടൊരു. ഫസ്റ്റ് മീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ? ഞാൻ വിറച്ചായിരുന്നു. വീട്ടിൽ നിന്ന് കള്ളത്തരൊക്കെ പറഞ്ഞ അങ്ങനെയല്ല, പറഞ്ഞിട്ടാ പോന്നെ. എബിച്ചേട്ടൻ എന്ത് കോസ്റ്റ്യൂം ആയിരുന്നു? ഡെനിം ബ്ലൂ ഷർട്ടാന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഡെനിം ബ്ലൂ ഷർട്ട് അല്ല. അല്ലേ? അയ്യോ, ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. നമ്മള് നിങ്ങൾ എന്തോ 2 ഫോട്ടോസും കണ്ടല്ലേ ഇട്ടിട്ടുള്ളൂ അല്ലേ? 2 വളരെ കുറച്ച് ഫോട്ടോ, വളരെ കുറച്ച് ഫോട്ടോസ്. നിങ്ങൾക്ക് അപ്പൊ തലേദിവസത്തെ ഒരു ഫംഗ്ഷനും ഉണ്ടായിരുന്നില്ല? ഇല്ല, അങ്ങനെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒന്നും കല്യാണത്തിന് പോലും ഫംഗ്ഷൻ ഇല്ല. കല്യാണത്തിന് കല്യാണത്തിന് ഫംഗ്ഷൻ എന്ന് വെച്ചാൽ പള്ളിയിൽ കുർബാന ഉണ്ടായിരുന്നു. കുർബാനക്കട വെച്ച് താല കെട്ടി വീട്ടിൽ വന്നു. ഞങ്ങള് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. വീട്ടിൽ തന്നെ. ആകെ 15 പേരല്ലേ ഉള്ളത്. എന്റെ ഫാദർ, മദർ, സിസ്റ്റർ, ഹസ്ബൻഡ്, അവരുടെ പേരൻസ്, കുട്ടി, ഗ്രേസിന്റെ സൈഡിൽ നിന്നും സെയിം. അങ്ങനെ മൊത്തം 15 പേര്, പിന്നെ ക്യാമറ ഫോട്ടോഗ്രാഫേഴ്സ് ഉൾപ്പെടെ ഒരു 17 പേര്, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എല്ലാ ദിവസവും രാത്രി ഫുഡ് കഴിക്കണ പോലെ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു. അതുകൊണ്ടാണ് മെയിൻ നമുക്ക് കല്യാണം കഴിഞ്ഞു എന്നുള്ളൊരു ഫീൽ ഇല്ലാത്തത്. അതെ, ബഹളമില്ല, ആൾക്കാരില്ല, ഫോട്ടോ സെഷനില്ല, ഒന്നുമില്ല. തലേദിവസം അപ്പൊ തലേദിവസം എന്തായിരുന്നു നിങ്ങൾ കോള് കഴിച്ചോണ്ടിരുന്നത്? ലൈക്ക് സാധാരണ ഇല്ല, തലേ ദിവസം അമ്മ പറഞ്ഞു ഒരു മധുരം കിള്ളലെങ്കിലും. ഞാൻ പറഞ്ഞു അതൊക്കെ വേണോ, ഇനിയിപ്പോ എനിക്ക് ഡ്രസ്സൊക്കെ വേണം. എടി നിന്റെയിലുള്ള എന്തെങ്കിലും എടുത്തിടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പണ്ട് തയ്പ്പിച്ച് വെച്ച ഒരു സാരി ഉണ്ടായിരുന്നു, അതിന്റെ ബ്ലൗസും ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു സാരിയൊക്കെ ഇനി ഉടുക്കണ്ടേ, അപ്പം നാളെ കല്യാണമല്ലേ. ഞാൻ നാളെ കല്യാണമല്ലേ. അപ്പൊ നേരെ പോയി സാരി കൊടുത്ത്, അമ്മാമ്മയൊക്കെ ഉണ്ടായിരുന്നു, അമ്മയുടെ അമ്മയും ഉണ്ടായിരുന്നു. നേരെ അപ്പൊ മധുരംകിള്ളലിന്റെ സാധനമൊക്കെ നമുക്കിതൊന്നും തലയിൽ കൂടെ പോണില്ലല്ലോ. എന്റെ ചേച്ചി ഒരു സാധനം സെറ്റ് ചെയ്തു. അങ്ങനെ ജസ്റ്റ് മധുരം കിള്ളി നേരെ ചേച്ചി മാത്രം, അമ്മാമ്മ ഉണ്ടായിരുന്നു. അങ്ങനെ മധുരം കിള്ളി ഞാൻ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അടിപൊളി സൂപ്പർ എന്ന് പറഞ്ഞു. നേരെ പോയി തുടങ്ങി. പക്ഷെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ഡ്രസ്സ് അതെല്ലാം പോയി എടുത്തത് മാത്രമേ എനിക്കൊരു കല്യാണത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ളൊരു സാധനം എനിക്കുള്ളൂ. ഞാൻ ആരും അറിയാതെ പോയി ഒരു കടയിൽ പോയി സാധാരണ ഒരു സാരി മേടിച്ചു. പിന്നെ എന്റെ നെറ്റ്, ഹെഡിൽ വെക്കുന്ന നെറ്റ്, അത് ഞാനൊന്ന് ചുമ്മാ കുറെ സമയം ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്തായിട്ട് വേണമല്ലോ എന്ന് വിചാരിച്ച് ഒരു നെറ്റ് ഞാൻ തന്നെ അതിന്റെ മുത്തൊക്കെ ഒട്ടിച്ച് താഴെ ബീവെഡ്സ് ഗ്രേസ് എന്നൊക്കെ എഴുതി ഡേറ്റ് ഒക്കെ ചുമ്മാ മുത്തൊക്കെ വെച്ച് ഒട്ടിച്ച് തന്നെ അതൊക്കെ ചെയ്തു. ഇനി ഫ്രണ്ട്സിന്റെ അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയിൽ തന്നെ കല്യാണം കഴിയുമ്പോ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇത് വെക്കായിരുന്നു, അങ്ങനെ ഒന്നും ഇതുവരെ തോന്നിയിട്ടില്ല? എന്തെങ്കിലും ഫംഗ്ഷൻ, ഹൽദിയോ ഇപ്പൊ ഇല്ല, അതൊക്കെ അവരുടെ ഓരോ ഇൻഡിവിജ്വൽസിന്റെ തീരുമാനങ്ങളല്ലേ. അവർക്ക് എന്തിലാണ് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നത് അവര് ചെയ്യട്ടെ എന്നുള്ളതാണ്. നമ്മൾക്ക് ഒരു എക്സ്ട്രാ ഒരു ബേർഡൻ ആയിട്ട് നമ്മുടെ പാരന്റ്സിന് നമ്മൾ കല്യാണം മാറ്റരുത് എന്നുള്ളത് നമ്മുടെ നമ്പർ 1 പ്രയോറിറ്റി ആയിരുന്നു. അത് എനിക്ക് ബോധം വെച്ച കാലം തൊട്ട് ഞാൻ അമ്മയോട് പറയുന്നതാണത്. എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം, അത് നിങ്ങൾ കൺസേൺ ആവേ ചെയ്യണ്ട എന്നുള്ളത്. അപ്പോ അതുകൊണ്ട് എന്റെ പാരന്റ്സ് ആ കാര്യത്തിൽ ഭയങ്കര പ്രൗഡാണ്. ചേച്ചിയാണോ ഉള്ളത്? എനിക്ക് ചേച്ചിയാണ്. ചേച്ചിയുടെ കല്യാണം എങ്ങനെയായിരുന്നു? അത് ഇതുപോലെ ആഘോഷിച്ച് നടത്തിയ ഒരു കല്യാണമാണ്. അതിലും ആഘോഷമാണ് അവർ എന്നിൽ നിന്നും പ്രതീക്ഷിച്ചത്. പ്രതീക്ഷ ഉടച്ചുപോയി. അവിടത്തെ ചേച്ചിയുടെ അനിയത്തി നല്ല ഇതുപോലെ തന്നെ ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട്. പക്ഷെ അത് കൊറോണ ടൈമിലായിരുന്നു. അന്ന് 50 പേരെന്തോ. അന്ന് 50 പേര്. കുഴപ്പമില്ല, ഫാമിലിയിൽ അച്ഛനും അമ്മയ്ക്ക് ചെലവിനൊന്നും കുറവുണ്ടായിരുന്നില്ല. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിരുന്നു ഞാൻ കരുതിയില്ല കേട്ടോ. ബേസിക്കലി ഇത്രേ ഉള്ളൂ. ഞങ്ങൾ പറഞ്ഞില്ല, നമ്മള് ആ സമാധാനം
ആ ഒരു കാം ആൻഡ് ക്വയറ്റ് ആ ഒരു സംഭവമായിരുന്നു ഞങ്ങൾക്ക് കല്യാണത്തിന്റെ ആ ദിവസം. അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു ദിവസം മെമ്മറി പോലും നിൽക്കത്തില്ലാത്ത പോലെ തിരക്കിൽ നമ്മൾ ആ പോകും. അത് സത്യം ഇപ്പം സത്യം. ഈ ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അതിന്റെ ഓരോ സെക്കൻഡും ഓർമ്മയുണ്ട്. അതെ, ആ അതെ. ഓരോ സെക്കൻഡും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ആ ഒരു ഇതിന് വേണ്ടി തിരക്കില്ലായിരുന്നു. തിരക്ക്. തിരക്കില്ലായിരുന്നു. ആരാംസെ ആ സാധനമായിരുന്നു. അതെ. അപ്പൊ ഒരു ബഹളം പള്ളിയിൽ നിന്റെ വണ്ടി വന്ന് നിർത്തിയ സമയത്ത് പെട്ടെന്ന് ഇറങ്ങും. ഞാൻ എന്തിന് പെട്ടെന്ന് ഇറങ്ങാൻ, ഒരു ഇതും വേണ്ട, ലൈറ്റ് പോവോ, ഉള്ള ലൈറ്റ് ഫോട്ടോ എടുത്താൽ മതി. പള്ളിയിലച്ഛൻ പറഞ്ഞു കെട്ടാനെങ്കിലും ഇങ്ങോട്ട് വരാമോ. അച്ഛൻ നബിയുടെ ഫ്രണ്ട് ആയിരുന്നു. ആ ഓക്കെ ഓക്കെ. അപ്പൊ അതും ഭയങ്കര ഫണ്ണായിരുന്നു ആക്ച്വലി. ഓക്കെ നൈസ്. ഇങ്ങനെ അതാണ് നിങ്ങളെ കണ്ട് പഠിക്കണം പഠിക്കണം എന്നിങ്ങനെ. അത് നിർബന്ധമൊന്നുമില്ല, കണ്ടു പഠിക്കണം എന്ന്. അങ്ങനത്തെ വലിയ ക്വാളിറ്റി ഉള്ള ആൾക്കാരൊന്നുമല്ല, നമ്മൾ സാധാരണ ആൾക്കാർ തന്നെയാണ്. ബട്ട് സ്റ്റിൽ അത് ഇങ്ങനെ ചെയ്തു എന്നുള്ള ഒരു ക്രെഡിറ്റ് ആയിട്ടോ അങ്ങനെ ഒന്നും നമ്മൾ കണക്കാക്കുന്നില്ല. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളുടെ ജീവിതം കൊണ്ടുപോവുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ. ഇനി നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ ഇപ്പൊ കുറെ പേര് ഇങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇപ്പം കുറെ സോഷ്യൽ മീഡിയ നോക്കി അറിയാം, ഒരുപാട് ആക്ടേഴ്സ്. അങ്ങനെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒരു വെഞ്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ഐഡിയ? എല്ലാത്തിന്റെയും സമയത്ത് അതുപോലെ നടക്കട്ടെ എന്നുള്ളതാണ് അതിന്റെ ഒരു പരിപാടി. പക്ഷെ ഐഡിയാസ് പരിപാടികളൊക്കെ ഉണ്ട്. റഷില്ല. പ്രശ്നമില്ല. എല്ലാ സമാധാനം കാമായിട്ട് എല്ലാ തീരുമാനങ്ങളും അങ്ങനെ തന്നെ. എന്താ നിങ്ങളുടെ വീട്ടുകാരെന്താ സമാധാനം അങ്ങനൊന്നുമല്ല. പക്ഷെ വീട്ടുകാർക്കൊന്നും സമാധാനം ഇല്ലാത്ത ആൾക്കാരുമാണ്. നിങ്ങൾക്കാണ് സമാധാനം അല്ലേ? അത് കോമഡി ആയിരിക്കില്ലേ? വീട്ടുകാർ നാളെ കല്യാണം പാന് പിടിച്ച് അവർക്ക് കല്യാണത്തിന്റെ ആയിട്ടുള്ള തിരക്കൊന്നും വീട്ടിലില്ലല്ലോ. അപ്പൊ സാധനങ്ങളൊന്നും എന്ത് സാധനങ്ങളൊന്നും മേടിക്കണ്ടേന്ന് അമ്മ ചോദിക്കുന്നത്. നമ്മൾ 4-5 പേരുള്ളതിന് എന്ത് സാധനം മേടിക്കാനാണ്? പക്ഷെ കല്യാണ തലേന്ന് പറയുമ്പോ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊക്കെ കിട്ടുന്നില്ല. അപ്പൊ അതാണ് അവർക്കൊരു വിഷമം, ആഘോഷമില്ലാത്തതിന്റെ വിഷമം. ഇനി ബാക്കിയുള്ള മക്കളുടെ ഒക്കെ കല്യാണം ഉണ്ടല്ലോ, ആഘോഷിക്കാലോ. ഇനി നിങ്ങൾക്ക് തന്നെ ഇനി ഒരുപാട്. ഇനിയിപ്പൊ അതും അല്ലാന്നുണ്ട് ഞാൻ ഏതെങ്കിലും സിനിമയിൽ നന്നായിട്ട് ഒരു കല്യാണ പെണ്ണിനെ പോലെ ഒരുങ്ങി ഒരു സിനിമയിലൊക്കെ ക്യാരക്ടർ ഒക്കെ ചെയ്ത് അങ്ങനെ കാണാലോ അവർക്ക്. ഉണ്ടാവില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഇപ്പൊ പെട്ടെന്ന് ഫിലിമിന്റെ എപ്പോഴാണ് എബിച്ചേട്ടൻ എപ്പോഴാണ് ഷമ്മി ആകാറുണ്ടോ? ഷമ്മിയായിട്ട് സിറ്റുവേഷൻ വരാറുണ്ടോ? ഇല്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരാറില്ല. ഷമ്മിയല്ല. പ്രണയിക്കുന്ന സമയത്ത് തുടക്കത്തിൽ ആദ്യത്തെ ഒരു 3-4 വർഷം ഇതിനോട് വഴക്കിട്ടത് വഴക്കിടൂല, തിരിച്ച് ദേഷ്യപ്പെട്ട തിരിച്ച് ദേഷ്യമില്ല. ദേഷ്യപ്പെട്ട ഇങ്ങനെ എന്തിനാ ദേഷ്യപ്പെടുന്നേ, പിന്നെ നമുക്ക് സംസാരിക്കാം. ഞാൻ ഇത്രയും സമാധാനം എനിക്ക് വേണ്ട. നമ്മൾ റിയാക്ട് ചെയ്യണമല്ലോ. നിനക്കറിയണ ആ സാധനമാണ് ഞാൻ തിരിച്ചു പറയണ്ടേ. ഇത് നമ്മൾ അങ്ങോട്ട് ദേഷ്യപ്പെട്ടാൽ ഇതിന് ദേഷ്യം ഇങ്ങോട്ട് വരാത്തോണ്ട് നമ്മള് ഇത് എന്ത് മനുഷ്യനാന്നുള്ള സാധനമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി പുള്ളിക്ക് ഇതിനോട് ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല, കുറച്ചങ്ങ് ദേഷ്യപ്പെട്ട് തന്നെ നിക്കണം. പിന്നെ ദേഷ്യമല്ല പുള്ളിക്കുള്ളത്, കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു സ്വഭാവം. എല്ലാം പറഞ്ഞ് മനസ്സിലാക്കുന്നത്. എന്ത് കൊടുത്താലായിരിക്കും എബിച്ചേട്ടൻ ഇങ്ങനെ ഭയങ്കര ഒരു വീഴ്ത്താൻ പറ്റുന്ന ഒരു തന്ത്രം ഉണ്ടല്ലോ? കപ്പ ബിരിയാണി കൊടുത്താൽ അപ്പൊ ഫ്ലാറ്റ് ആയിക്കോളും. പക്ഷെ എനിക്കുണ്ടാക്കാൻ അറിയില്ല. മേടിച്ചു കൊടുത്താ കപ്പ ബിരിയാണി. ഇവിടെ നേരെ തിരിച്ചോ? എന്ത് കൊടുത്താലും ഒന്ന് പെട്ടെന്നൊന്ന് കാമാക്കാൻ പറ്റുന്നേ? കുഴിമന്തി. കുഴിമന്തിയാ? എപ്പോഴും വീഴൊന്നുമില്ല, പക്ഷെ വീഴും. കുഴിമന്തിയാണ് ഫേവറേറ്റ്. അമ്മ പറയും കുഴിമന്തി കാണിച്ചതിന്റെ റോട്ടിൽ കൂടെ ആര് വിളിച്ചിരുന്നു ഞാൻ ഇത് മറ്റേ പിള്ളേർക്ക് ചോക്ലേറ്റ് കാണിച്ചാ കൊണ്ടുവന്ന്. അപ്പൊ ഡയറ്റ് ഒക്കെ എടുക്കുമ്പോ ഇപ്പൊ ഇല്ലടോ, ഇപ്പൊ ഇല്ല. അതുകൊണ്ട് ആര് വിളിച്ചു ഇത് നേരെ നമ്മൾ ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക്, മീ ഓർ യു സെഗ്മെന്റ്. കൂട്ടത്തിൽ അല്പം കൂടുതൽ പൊസസീവ് ആർക്കാണ്? ഒരു സിറ്റുവേഷൻ പറയും. വൺ വേർഡ് ആൻസർ. ഇത് മറ്റേ ക്വസ്റ്റ്യൻ അല്ലേ, പെട്ടെന്ന് പോണ ആൻസർ അല്ല. എന്താണ് അത് പറയാൻ കാരണം? പൊസസീവ്നെസ്. നോറ ഐ മീൻ അവള് ഉണ്ടായ സമയത്ത് ഇവള് കുഞ്ഞു വെച്ചല്ലേ, അപ്പൊ ഇവള് ഉണർന്നിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോ ഞാനിങ്ങനെ ഫോൺ വിളിച്ചാല് എന്നെ കിട്ടത്തില്ല. ഞാനിപ്പോ കൊച്ചിന്റെ അടുത്തായിരിക്കും, അപ്പൊ ഫോൺ ചിലപ്പോ സൈലന്റ് ഒക്കെ ആക്കി വെച്ചിട്ട് അപ്പൊ അങ്ങനെ വിളിച്ചാൽ കിട്ടാറുമ്പോ ഞാൻ നോറ എടുത്തായിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും നോറ വന്നപ്പോ ഇപ്പൊ എന്നെ വേണ്ടേ. ഓക്കെ, അങ്ങനെ ഒരു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് എപ്പോഴാ തോന്നിയേക്കുന്നത് പൊസസീവ്? കല്യാണം കഴിഞ്ഞപ്പോ പൊസസീവ്നെസ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഞാനിവിടെ നിന്നോളാം. ഇപ്പൊ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് അവളാണല്ലോ, അതുകൊണ്ട് ഇതിനെ ഒഴിവാക്കി ഞങ്ങൾ നോറയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ പൊസസീവ് തോന്നിയിട്ടുള്ളൂ അല്ലേ? അല്ലാതെ ഞാൻ ഭയങ്കര
ഞാൻ ഭയങ്കര സീരിയസ് ആടാ, അങ്ങനെയൊന്നുമല്ല. ഞാൻ നല്ല മെച്ചുവേർഡ് ആണ് പല കാര്യങ്ങളിലും. നീ അത് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ മനസ്സിലാക്കി. ആടാ ഒരു ലുക്കില്ലെന്നേ ഉള്ളൂ. ആണോ? സത്യമാണോ? ആ അങ്ങനെ വലിയ പ്രശ്നമില്ല. ഒരു ഞാൻ പഠിപ്പിച്ച പോലെ ഇനി പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി ഒട്ടും പ്രശ്നം വരരുത്. എനിക്ക് അതാണ് ആഗ്രഹം. ഹു ഇസ് ദ ബെസ്റ്റ് കുക്ക്? അതിന്റെ ഉത്തരം പറഞ്ഞു. ചായ ഇടാൻ പോലും അറിയത്തില്ല. തമ്മിൽ ഭേദം തൊമ്മെന്ന് കേട്ടിട്ടില്ലേ? ചായ ഇടാൻ പോലും അറിയത്തില്ല. അല്ല, അത് ഞാനും അനുവദിക്കാത്തോണ്ട് വേറൊന്നുമല്ല. ഈ കൈ വെച്ചിട്ടാണ് നമ്മൾ മുഴുവൻ പരിപാടികളും. അപ്പൊ ഈ ഒരു വിരലിനൊരു ചെറിയത് പറ്റി കഴിഞ്ഞാൽ വർക്ക് നടക്കില്ല. ഇങ്ങനെ പിടിച്ച് വായിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, കൈയാണ് നമ്മുടെ ഏറ്റവും വലിയ. എനിക്ക് എന്റെ കൈ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാനൊരു ആക്ടർ ആണല്ലോ, എന്റെ ടൂളാണ്. എനിക്ക് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഞാനാണ് ബെസ്റ്റ് കുക്ക്. പക്ഷെ എനിക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഞാൻ ഉണ്ടാക്കും. ഓക്കെ, കുറച്ച് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ കൊടുത്താൽ മതിയല്ലോ. അതെ. ഇത്രേ ഉള്ളൂ, ഇത്രയൊക്കെ കഴിച്ചാ മതി എന്നൊക്കെ. ഓക്കെ, പരസ്പരം ഫൈറ്റ് ചെയ്യുമ്പോൾ ആദ്യം ദേഷ്യം വരുന്നത് ആർക്ക്? അത് ഓഫ് കോഴ്സ്. അപ്പൊ എങ്ങനെയാ ചേട്ടൻ? അപ്പൊ ഇങ്ങനെ കേട്ടിരിക്കോ? ഇങ്ങനെ ഇരിക്കും? പണ്ടൊക്കെ കേട്ടിരിക്കുവായിരുന്നു, ഇപ്പൊ കേട്ടിരിക്കുന്നു. മാറ്റി മാറ്റി മാറ്റി. അതെ, മാറണ്ട അത്. ഓക്കെ, ഹു ഈസ് മോർ ലേസി അറ്റ് ഹോം? രണ്ടുപേരും. പക്ഷെ മോർ ലേസി വീട്ടിലേക്ക് എന്താ ഫുൾ അപ്പൊ താളം തെറ്റും. മറ്റേ ഫെമിനിസ്റ്റ് ഫാത്തിമ, ആ സ്വിച്ച് ഒന്ന് ഇടാവോ, ആ റിമോട്ട് എടുത്തു തരാമോ? നോറുള്ളോണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അവളെ ബംഗാളി അല്ലേ? നമുക്ക് എപ്പോഴും ചെറിയ പിള്ളേരുള്ളപ്പോ നല്ല ഇതാ എടുത്തിട്ട് വരുമോ കൊച്ചേ? അവളെ ഞങ്ങള് ട്രീറ്റ് ഒക്കെ കൊടുത്തിട്ട് മറ്റേ ബംഗാളിയാണ്. ആ കൊച്ചി ഇതൊക്കെ വലുതാകുമ്പോ കേൾക്കാൻ നേരത്ത്. ഓ മൈ ഗോഡ്. ഹു പ്ലാൻസ് ബെസ്റ്റ് സർപ്രൈസസ്? ഇവിടെ സർപ്രൈസ് കൊടുത്ത് ചോദിച്ചില്ലല്ലോ. ചേട്ടന്റെ ബർത്ത്ഡേക്ക് ചോദിക്ക്. നീയാ ചോദിക്ക്. ദൈവമേ, കണ്ടോ? എന്റെ ദൈവമേ, എന്തായിരുന്നു സർപ്രൈസ്? എന്റെ ലാസ്റ്റ് ബർത്ത്ഡേക്ക്, ഞാൻ ഇതിനു മുന്നേയുള്ള ബർത്ത്ഡേക്കാണ് മറ്റേ പറഞ്ഞ പോലെ കാറിൽ ഒളിപ്പിച്ചത്. ഇത് കഴിഞ്ഞിട്ട് എന്റെ ഇപ്രാവശ്യത്തെ ബർത്ത്ഡേക്ക് ഒന്നുമില്ല, ആള് വളരെ ഒന്നും സംഭവിക്കാത്തില്ല. ബർത്ത്ഡേ പോലും മറന്ന രീതിയിൽ നടക്കുമായിരുന്നു. എന്നിട്ട് ബർത്ത്ഡേ അന്നായപ്പോഴത്തേക്കും രാവിലെ എന്നോട് പറഞ്ഞു, അല്ല തലേദിവസം എന്നോട് പറഞ്ഞു, നാളെ ഒരു പരിപാടിയും വിളിച്ചേക്കരുത്, നമുക്ക് പുറത്ത് പോകണം, ഭക്ഷണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ വെറുതെ ഭക്ഷണം കഴിക്കാൻ പോയാൽ മതിയല്ലോ എന്നോർത്ത് പുള്ളിക്കാരി വന്ന് എന്നെ പിക്ക് ചെയ്തു. ഞങ്ങള് ഒരുമിച്ച് പോവാം. പോകുന്ന വഴിക്ക് ഞങ്ങൾ യൂഷ്വലി പോകുന്ന സ്ഥലത്തോട്ടൊന്നും അല്ല പോകുന്നത്. അങ്ങനെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എവിടെയോ ഒരു ഇന്ത്യർ ഒരിടത്തോട്ട് പോവാ. പോകുന്ന വഴിക്ക് ഇടയ്ക്ക് കൊണ്ട് വണ്ടി നിർത്തിയിട്ട് എന്നോട് കണ്ണ് കെട്ടിക്കോളം പറഞ്ഞു. നോക്കിയപ്പോഴത്തേക്കും ഒരു തുണിയൊക്കെ എടുത്തു തന്നു, ഐ മാസ്ക് എന്തോ എടുത്തു തന്നു. കണ്ണങ്ങ് കെട്ടി. പിന്നെ വണ്ടി ഇങ്ങനെ എങ്ങോട്ടോ പൊക്കോണ്ടിരിക്കുക, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അപ്പുറത്ത് കൊണ്ട് പാസഞ്ചർ സീറ്റ് കൊണ്ടിരുത്തി. ഞാൻ ഡ്രൈവ് ചെയ്തു. അല്ലല്ല, ഞാനാണോ ഡ്രൈവ് ചെയ്തത്? ഇല്ല, തിരിച്ച് ഡ്രൈവ് ചെയ്ത് അവിടെ കൊണ്ട് നിർത്തി. ഞാൻ അവിടെ കൊണ്ട് നിർത്തിയിട്ട് എന്നെ ഇറക്കി അപ്പുറത്ത് ഇരുത്തിയിട്ട് പിന്നെ ഗ്രേസ് ഡ്രൈവ് ചെയ്തു. അങ്ങനെ ഒരു സ്ഥലത്ത് ചെന്നു. ഈ തട്ടിക്കൊണ്ട് പോകുന്ന പോലെ അവിടെ ചെന്നിട്ട് എന്നെ ഇങ്ങനെ ഇറക്കി ഇങ്ങനെ ഒരു എവിടെയോ ഇങ്ങനെ. അപ്പൊ എനിക്ക് സ്റ്റെപ്പൊക്കെ കയറിയപ്പോ മനസ്സിലായി ഏതൊരു സ്ഥലത്ത്, ഇത് ഷോപ്പാണോ വീടാണോ ഒന്നും എനിക്ക് അറിയത്തില്ല. അങ്ങനെ എന്ന് ഞാൻ അവിടത്ത് കയറി. ഞാൻ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഐ മാസ്ക് മാറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഒരു 2-3 പേര് നിൽക്കുന്നു. ഈ 3 പേരും എന്റെ ഫേസ് ഉള്ള മാസ്ക് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ അങ്ങ് ഞെട്ടിപ്പോയി. അപ്പം ഞാൻ ആദ്യത്തെ ആളുടെ മാസ്ക് പൊക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു കസിൻ ഉണ്ട്, എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്, ടെറീസ എന്ന് പറയും. ടെറീസയുടെ ഹസ്ബൻഡ് ജൂനി. അവര് സ്പെയിനിലുള്ള ആൾക്കാരാ. അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു. ഞാൻ ആകെ ഇതായിപ്പോയി. അപ്പൊ അടുത്ത മാസ്ക് അപ്പൊ എന്തായാലും ടെറീസയാന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാനത് അടുത്ത ആള് ടെറീസ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഇന്ന റൂമിലോട്ട് പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ നടന്ന് ആ റൂമിൽ ചെന്നപ്പോ അവിടെ എന്റെ ഫേസിന്റെ മാസ്ക് വെച്ച ഒരാൾ നിൽക്കുന്നു. മാസ്ക് വെച്ച് നോക്കിയപ്പോ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ഞങ്ങളുടെ വിവറ്റ് എന്നും പറഞ്ഞു. പുള്ളിക്കാരി ആംസ്റ്റർഡാമിലുള്ള ആളാ. പുള്ളിക്കാരി ഇവിടെ നിൽക്കുന്നു. എന്റെ ദൈവമേ. അപ്പൊ നോക്കി എന്നാ കഴിഞ്ഞോ, നിങ്ങളെല്ലാം ഉള്ളു? ഇല്ല, ഇനിയുണ്ട്, മുകളിലുണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് മുകളിൽ പോയി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും 2 പേര്. അപ്പൊ ആ ആളെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചിലുള്ള ആളാണ്, പക്ഷെ നമ്മുടെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാ. പുള്ളിയെ കാണുമ്പോഴേ അറിയത് പുള്ളിയാന്ന്. അപ്പൊ എനിക്ക് തോന്നി, കാരണം പുള്ളിയും കൂടെ കൂടിയായിരിക്കും ഇതൊക്കെ പ്ലാൻ ചെയ്തെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല, പുള്ളിക്കാരി ആയിരുന്നു എല്ലാം പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇവർ ഇത്രയും പേരായിട്ട് ഞങ്ങളൊരു പ്രൈവറ്റ് വില്ല എടുത്ത് അന്നത്തെ ദിവസം അവിടെ
എല്ലാരും കൂടെ കൂടി. ഞാൻ അമ്മയെ കൊണ്ട് പറഞ്ഞ ഡ്രസ്സൊക്കെ എല്ലാം പാക്ക് ചെയ്യിപ്പിച്ച് Pack ഡിക്കിയിൽ ചെയ്ത് കയറ്റി. അന്നത്തെ ദിവസം അവിടെ ഞങ്ങൾ എല്ലാവരും കൂടെ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. ഓക്കെ, കണ്ടോ, വിചാരിച്ച സ്പെയിനിൽ നിന്നും അല്ലെ ആംസ്റ്റർഡാമിൽ നിന്ന് വരെ ആൾക്കാരെ ഇറക്കി സെറ്റ് ആക്കി. എന്നിട്ട് പുള്ളിക്ക് എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, നിങ്ങൾ എന്തിനു ഇവിടെ എത്തി. എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ നിങ്ങൾ സ്പെയിനിൽ നിന്ന് എനിക്ക് അന്ന് കാറിൽ ഒളിപ്പിച്ച് അന്ന് ഞാൻ തീരുമാനിച്ചാണ് അടുത്ത ഞാൻ കൊടുക്കണ ഒരു കിഡിലെ സാധനമായിരിക്കും. കൊറേ നാളിന് ശേഷമായിരിക്കും അതിന്റെ മേളിൽ എനിക്ക് പോകാൻ പറ്റരുന്നുള്ള സാധനമായിരുന്നു. ഈ പ്രാവശ്യം അറിയാം ആദ്യം വരുന്ന എന്റെ വെയിറ്റിംഗ്. ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. അന്നേ പറഞ്ഞു എനിക്ക് ഇതിന് മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല മോളെ, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, നിന്റെ അത്ര ചിന്തിക്കാൻ എനിക്ക് പറ്റത്തില്ല. പഴയ വില സുഹൃത്തിനെ പൊക്കിക്കൊണ്ട് ആ ഒരു കാര്യമില്ല. അതിനി പറഞ്ഞ കോപ്പീഡിയാന്ന് പറയത്തുള്ളൂ, അല്ലെങ്കിൽ തന്നെ ചീത്തപ്പേര കോപ്പീഡിയാന്നും പറഞ്ഞു. ഞാൻ പുള്ളിക്കാരി എന്ത് ചെയ്താലും അത് ഞാൻ ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ അല്ലെ നമുക്ക് രജനീകാന്ത് സാറിനെയൊക്കെ അങ്ങ് വിളിച്ച് നീ വിളിച്ചാ വരും. അതെ, വിളിച്ചു ഒന്ന് റെക്കമെൻഡ് ചെയ്യാമോ പ്ലീസ് പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അതൊക്കെയാണ് സർപ്രൈസ്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒരു ഐഡിയ പറയാം. സ്വന്തമായിട്ട് ഒരു മ്യൂസിക് കമ്പോസ് ചെയ്ത് സർപ്രൈസ് എന്നെ ഇരുത്തിക്കൊണ്ട് പറഞ്ഞു തരുന്നു. കാശ് തരുവാണ് ചെയ്യാം. കാശ് കൊടുത്തേരെ. ഞാനൊരു ഐഡിയ കൊടുത്തു, എനിക്ക് ക്യാഷ് കൊടുത്തിട്ട് അപ്പൊ സർപ്രൈസ് ആവണം. അന്ന് തന്നെ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യണം, എന്നെ ടാഗ് ചെയ്യാം. ഓക്കെ. പിന്നെ അടുത്തത്, ഹൂ സ്പെൻഡ്സ് മോർ ടൈം ഓൺ സോഷ്യൽ മീഡിയ? നമ്മൾ രണ്ടുപേരും ഇല്ലത്. എന്നാലും എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഞാനായിരിക്കും. കാരണം ഈ പത്രം വായിക്കുന്ന സോഷ്യൽ മീഡിയ എന്നല്ല, ഫോൺ എന്ന് പറയുകയാണെങ്കിൽ അതേ ഫോണുകളല്ല, ഈ പത്രം വായിക്കുക എന്ന് പറയുന്നത് ഇപ്പം മിക്കവാറും ഓൺലൈനാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഫേസ്ബുക്കിലായിരിക്കും ന്യൂസ് കാണുന്നത്. അങ്ങനെ അതെടുത്ത് ഏറ്റവും കൂടുതൽ ടൈം അങ്ങനെയുള്ളൂ. പണ്ടത്തെ കാരണന്മാര് പത്രമായിട്ടിരിക്കത്തില്ലേ, അതിന് പകരം ഫോണില് ന്യൂസ് അങ്ങനെ ഇരിക്കും. ഫുൾ അഡിക്റ്റ് അല്ല, പക്ഷെ കമ്പയർ ചെയ്യുമ്പത്തിന്. ഓക്കെ, ഏറ്റവും കൂടുതൽ തവണ അബദ്ധങ്ങളിൽ ചെന്ന് പെട്ടിട്ടുള്ളത് ആരാണ്? വളർത്തിക്കൊണ്ട് വന്നിട്ടും പെടുന്നുണ്ടല്ലോ അബദ്ധങ്ങളില്. അതെ, അതിനകത്ത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എങ്ങോട്ടേലും ഒക്കെ വണ്ടി ഡ്രൈവ് ചെയ്ത് ഒറ്റയ്ക്ക് വിടുവാണെങ്കിൽ സത്യങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞു തീർക്കരുത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആണോ? അന്ന് പറയാത്ത പറഞ്ഞു. ഇല്ല, ഗൂഗിൾ മാപ്സ് വെച്ച് നമുക്ക് നോർമലി എവിടത്തെ ഡ്രൈവ് ചെയ്ത് പോകാമല്ലോ. ഇത് ഗൂഗിൾ മാപ്സ് വെച്ച് ഈ പോകുന്ന അത്രയും ഡ്യൂറേഷൻ എന്നെ ഫോണിലും കൂടെ വിളിച്ച് അങ്ങനെ പോയി വഴി തെറ്റിപ്പോയി വേറെ സ്ഥലത്ത് കയറും. ഞാൻ പെട്ടെന്ന് ഔട്ടായി പോകുന്നാടോ. അതെ. ഹൂ ടേക്സ് ലോങ്സ്റ്റ് ടൈം ടു റിപ്ലൈ ഫോർ വാട്സ്ആപ്പ് മെസ്സേജസ്? അത് ഞാനും. ഞാനല്ല ആക്ച്വലി. ഞാൻ പക്ഷെ വർക്കിലാണെങ്കിൽ ഞാൻ ഫോൺ മാറ്റി വെച്ചിരിക്കും. ബാക്കിയൊക്കെ എനിക്ക് എന്താ കറക്റ്റ് ആയിട്ട് പുള്ളിക്കാരി മെസ്സേജ് അയക്കും മാത്രം സമയത്ത് ഞാൻ കാണുകയില്ല, റിപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. പണ്ടൊന്നും ഇങ്ങനെ ആയിരുന്നില്ലടാ. പണ്ട് ഇങ്ങനെ അല്ലായിരുന്നോ? പട്ടപ്പട്ടേന്നായിരുന്നു. ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ മാത്രം ഫോണിൽ അലേർട്ടും വരത്തില്ല, വാച്ചിൽ ഒന്നും കാണുന്നില്ല. ഇത് ഞാനത് വിളിച്ചിട്ടല്ലേ മെസ്സേജ് അയച്ചിട്ട് കണ്ടില്ലെന്ന് ചോദിച്ച് നോക്കുമ്പോഴേക്കും ഈ മെസ്സേജ് വന്ന് കിടപ്പില്ല. ഇല്ല, അതല്ല അതിന്റെ അവസ്ഥ. വർക്കിൽ ഇരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു അവസ്ഥ. വർക്ക് ഈസ് മുഖ്യമാണല്ലോ, മുഖ്യം ബിഗിലെ. ഞാൻ ഇത്തിരി വർക്കഹോളിക്ക, അപ്പൊ അതിന് പറയുന്നത് ഞാൻ മറ്റൊരാളെ ഇട്ടിരുന്ന് വർക്ക് ചെയ്യാന്നാണ് പറയുന്നത്. വർക്കഹോളിക് ആണ്. വർക്ക് ചെയ്യുന്ന ടൈമിൽ ഞാൻ ഫുൾ അതിലായിരിക്കും. എനിക്ക് അതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല, ഞാനും അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല. വിളിച്ചൂടെ? മെസ്സേജ് അയച്ചിടുന്ന എന്തിനാ? ഡിസ്റ്റർബ് ചെയ്യരുതല്ലോ. വിളിക്ക് കുറവൊന്നുമില്ല, കട്ടാക്കി വിടുമ്പോഴാണ് നീ വിളിച്ചപ്പോ പറഞ്ഞാ പോരാ. ഞാനോർത്ത് വിളിക്കാതെ നേരെ മെസ്സേജ് അയച്ചിടും. അതോ ഓക്കെ, ഞാൻ വിളിച്ചിട്ട് ചോദിക്കാം മെസ്സേജ് അയച്ച കണ്ടില്ലേ. അതിനെക്കാളും വേറെ വിളിച്ചിട്ടൊക്കെ കാര്യം പറഞ്ഞിട്ട് വെച്ചാൽ മതിയല്ലോ അല്ലേ? നിങ്ങളിൽ ആരാണ് ഒരു അറ്റൻഷൻ സീക്കർ? ഒരു എക്സാമ്പിൾ പറയാൻ പറഞ്ഞ ഒത്തിരി ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞങ്ങൾ രണ്ട് എവിടെയെങ്കിലും ഒരിടത്തുണ്ട്, അപ്പം ഞാനിങ്ങനെ നോക്കിയില്ലെങ്കിലൊക്കെ എന്നെ ഇന്ന് നോക്കി പോലും ഇല്ലല്ലോ. അപ്പൊ ഇവിടെയാണല്ലോ പോസിറ്റീവ്നെസ് ഇപ്പോഴും കൂടുതലുണ്ട്. എനിക്ക് തന്നെയാ. അതെ അതെ, ഇപ്പോഴും ഉണ്ടല്ലോ, ഇല്ലെന്ന് പറഞ്ഞിട്ട്. അങ്ങനല്ല, പണ്ടത്തെ അത്രയൊന്നുമില്ല, ഇപ്പൊ കുറഞ്ഞു. വീട്ടിലിരിക്കുമ്പോ ഇന്നെന്താ എന്നെ നോക്കാത്ത, നോറേനെയാണല്ലോ ഇന്ന് കൂടുതൽ നോക്കിയത്, അങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ടോ? പറയാറുണ്ടോ? ഇല്ല ഇപ്പൊ ഇല്ല, ഇപ്പൊ നോറയാണല്ലോ ബെസ്റ്റ് ഫ്രണ്ട്.
ഇപ്പൊ ഞാൻ അങ്ങനെ പറയുന്ന വെച്ചാൽ നമ്മൾ എവിടെയെങ്കിലും പോകാൻ റെഡി ആയിട്ടൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ഒന്ന് നോക്കിക്കൂടെ എന്ന് ഓക്കെ. അത് ഇഷ്ടാണോ ഇങ്ങനെ നമ്മൾ ഒരുങ്ങി വന്നിട്ട് ഇങ്ങനെ ആർക്കാ ഇഷ്ടമല്ലാത്തത്? ഞാൻ ഞാൻ എപ്പോഴും പറയും നിങ്ങൾ practical ആയിട്ട് നന്നായിട്ട് ചിന്തിക്കുന്നത്. ഡ്രസ് ചെയ്തൊക്കെ വരുമ്പോ ഞാൻ എപ്പോഴും പറയും "You look so handsome" എന്ന് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അതെ അതെ അതെ. അപ്പൊ തിരിച്ച് നമ്മൾ എക്സ്പെക്ട് അതെ ചെയ്യുമല്ലോ. സ്വാഭാവികം. പറയില്ല. അല്ലല്ല ഞാൻ വെച്ചാ പെട്ടെന്ന് ഇൻസ്റ്റന്റ് ആയിരിക്കൂല. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു കാര്യത്തിലാണെങ്കിൽ ഞാൻ അതൊന്ന് ഫിനിഷ് ഓഫ് ചെയ്തിട്ടേ അത് എനിക്കൊരു പ്രോബ്ലം ഉണ്ട്. എനിക്ക് അറ്റ് എ ടൈം രണ്ടും കൂടെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഞാൻ എന്ത് ചെയ്തോണ്ടിരിക്കുന്നോ അത് ഫിനിഷ് ചെയ്താലേ എനിക്ക് അടുത്തതിലേക്ക് വരുള്ളൂ. ഇതല്ലെങ്കിൽ ഇത് രണ്ടും ഞാൻ കാണൂല. അങ്ങനത്തെ ഒരു പ്രശ്നം. ഇപ്പൊ ഫോൺ വിളിക്കുമ്പോഴാണെങ്കിലും ഞാൻ ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവിടെ ഇരുന്ന് എന്നോട് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്നത് ഞാൻ കേൾക്കൂല, ഫോണിലുള്ളതും കേൾക്കൂല. അപ്പൊ ഒരു ദേഷ്യം വരും. രണ്ടും പോവും. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ പറയും, ഐ മീൻ ഇത് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി വരുന്ന കാണുക, അല്ലെങ്കിൽ അവിടെ നിപ്പുണ്ടെങ്കിൽ ആ കൊള്ളാലോ എന്ന് അങ്ങനെ ഞാൻ പറയും. ഒരു ഇത്തിരി ഡിലേ, ചെറിയൊരു ഡിലേ ഉണ്ടെന്നേ ഉള്ളൂ. കുഴപ്പമില്ല. ഒരു 10-15 മിനിറ്റ് ഡിലേ ഉണ്ടാവും. ചിലപ്പോ പോയിട്ട് പോയിട്ട് തിരിച്ചത് നിന്നെ കാണുന്നത് കൊള്ളാം. ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. പറയാൻ അപ്പൊ നമ്മള് ഓക്കെ ഹൂ സ്പെൻഡ്സ് മോർ മണി വൈൽ ഷോപ്പിംഗ്? ഓക്കെ. അങ്ങനെ ഒത്തിരി ഷോപ്പ് ചെയ്യുന്ന ആളല്ല, പക്ഷെ ചെയ്യുമ്പോ അത്യാവശ്യം ബ്രാൻഡ് കോൺഷ്യസ് ആണോ? അങ്ങനെയല്ല, ക്വാളിറ്റി നോക്കിയിട്ട്. ക്വാളിറ്റി നോക്കിയിട്ട്. ഓക്കെ. ഷോപ്പിംഗ് ചെയ്യുന്ന കൂട്ടത്തിലാണോ അധികം? സീറോ. ഒന്നുമില്ല, എല്ലാം നമ്മള് പോയി എടുത്തു കൊടുക്കുന്നതാണ്. ഓക്കെ. ഷോപ്പിംഗേ ഇഷ്ടമല്ലാത്ത ആളാ? എന്റെ കൂടെ വരും, നിർബന്ധിച്ചാൽ വരും, വന്നിങ്ങനെ നിക്കും എവിടെയെങ്കിലും ഒക്കെ. ഓക്കെ. ഇതിപ്പോ ഈ പറയുന്ന ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എന്തോ ഒരു മറ്റേ ഒരു പിന്തിരിപ്പൻ ഒരു ഞാൻ പറഞ്ഞു ഭയങ്കര ഞാൻ ബോറായിട്ടുള്ള ഫീലിംഗ്. ഇല്ലടാ, അങ്ങനെയൊന്നുമില്ല. ആണുങ്ങൾ ഇങ്ങനെ തന്നെയാ. ചേട്ടൻ മാത്രല്ല, എനിക്ക് ഞാൻ ഹസ്ബൻഡ് അങ്ങനെയാണോ? അതെല്ലാം ഇഷ്ടമുള്ളതാണോ? ഷോപ്പിംഗ് ഇഷ്ടമല്ല, ഞാൻ കുത്തിപ്പിടിച്ച് കൊണ്ടുപോകണം. അതന്നെ അവസ്ഥ. നമുക്കാണല്ലോ ഇഷ്ടം, നമുക്ക് മേടിച്ചു കൊടുക്കാനൊക്കെ ഇഷ്ടമുണ്ട്. ഇവർക്ക് നമ്മൾ എടുത്തോളാൻ പറയും, പക്ഷെ ഇവരെടുക്കത്തില്ല. പൊതുവെ അങ്ങനെയാന്ന് തോന്നുന്നു. എനിക്കുള്ള ഡ്രസ്സ് എല്ലാം എടുക്കുന്നതും നോക്കുന്നതും ഒക്കെ ഞാനാ. പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഐഡിയ ഉണ്ടാവും ഡ്രസ്സ് എങ്ങനെ വേണം എന്നുള്ളത്. പക്ഷെ എന്നാലും ഒരു അപ്പുറത്തുനിന്ന് ഒരാളുടെ ഒരു അഭിപ്രായം കൂടെ കിട്ടിയാൽ കൊള്ളാന്നുള്ളത് ഞാൻ അങ്ങനെ കൊണ്ടുപോകും. നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പെട്ടെന്ന് ഇമോഷണൽ ആവുന്ന ആർക്കാ? തൊട്ടാക്കരയും തൊട്ടാവൊന്നും ഞാൻ കരുത്തില്ല. കുറച്ചൊന്ന് മാന്തണ മാന്തക്കറി കമ്പയർ ചെയ്ത് നോക്കുമ്പോ പെട്ടെന്ന് വരുന്നത്. സീക്രട്ട് ഹോൾഡർ ആരാ? എന്ത് സീക്രട്ട് പറഞ്ഞാൽ ആരോടും രണ്ടുപേരും. ഞാൻ കൂടുതൽ ഞാൻ തൊട്ട് തന്നെ പറയാം. ഒരുപാട് സീക്രട്ടുകൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ഹൃദയമാണല്ലേ. ഭദ്രമായിട്ട് ഇരുന്നോളൂ, ആരോടും പറയത്തൊന്നുമില്ല. ഓക്കെ. ആരുടെ കാര്യമില്ല, ആര് എന്ത് പറഞ്ഞാലും പറയത്തില്ല. അത് ഇതൊന്നല്ല, ആരാണേലും ശരി ഒരു കാര്യം പറയരുതെന്ന് പറഞ്ഞാൽ ഞാൻ പറയില്ല. ഞാൻ ചോദിച്ചപ്പോലും പറയില്ല. ഓ അത്ര സത്യസന്ധമായിട്ട് വെക്കൂലോ. ഓക്കെ. ഇത് കേൾക്കുമ്പോ എല്ലാരും ഇനി സീക്രട്ട് എനിക്ക് സീക്രട്ട് പറഞ്ഞ് വരണ്ട, അതൊക്കെ ഞാൻ ചോദിച്ചാ മനസ്സിലാക്കും. ഓക്കെ. എക്സ്പ്രസീവ് വൺ ആരാണ്? അതെ, അതിപ്പോ പറഞ്ഞല്ലേ എല്ലാ കാര്യങ്ങളും എക്സ്പ്രസീവ്. പുള്ളിക്കാരി എക്സ്പ്രസ് ചെയ്യുന്ന കാണുമ്പോഴാണ് ഞാൻ അപ്പൊ ഞാൻ എക്സ്പ്രസ് ചെയ്യും. ഞാൻ 100 എന്റെ ഹൈ. 10 നിക്കും ഇങ്ങനെ ഇങ്ങനെ. അതെ അതെ. ഏറ്റവും കൂടുതൽ ടാലൻസ് ഉള്ളത് ആർക്കാണ്? രണ്ടുപേർക്കും. ഇല്ല, എനിക്ക് മ്യൂസിക് മാത്രമേ ഉള്ളൂ. പുള്ളിക്കാരിക്ക് പാട്ട്, ഡാൻസ്, സമ്മതിക്കൂല. ആക്ടിങ് കഴിവുണ്ട്, ഒത്തിരി കഴിവുണ്ട്. പക്ഷെ എനിക്കാണ് കൂടുതൽ. മ്യൂസിക് അല്ലാണ്ട് എന്തൊക്കെ ഹിഡൻ ടാലൻസ് ഞങ്ങൾക്ക് അറിയില്ലാത്തൊക്കെ ഉണ്ടാവൂലോ. നന്നായിട്ട് ഡ്രൈവ് ചെയ്യും. ഓക്കെ. അതെല്ലാ ആണുങ്ങളുടെയും ഓൾമോസ്റ്റ്. പക്ഷെ എനിക്ക് എന്റെ കിട്ടിയ കാര്യം മാത്രം നോക്കി പറയാം. പിന്നെ നന്നായിട്ട് സംസാരിക്കും. നല്ലോണം സംസാരിക്കും. പിന്നെ ടാലന്റ് എന്ന് പറയുന്നത് ഒത്തിരി ഉണ്ടല്ലോ. ഡാൻസ്, പാട്ട്. ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇല്ല. ഓക്കെ. സ്റ്റാൻഡപ്പ് കോമഡി? നോ. എന്റർടൈനിങ് മേഖലയിൽ ഒന്നും വളരെ വീക്കാണ്. ഡ്രോയിങ് ഒക്കെ ചെയ്യോ? ഇല്ല. ഒരു പടം വരക്കാരന്റെ ഒരു ഇല്ല.
അങ്ങനെയൊന്നുമില്ല. ഉം. അമ്മേടെ പറയണ്ടായിരുന്നു. ഒന്നും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ഒത്തിരി കഴിവുകളുണ്ട്. ഞാനിപ്പോ ചോദിച്ച ഏതൊക്കെ അല്ല കഴിവുകൾ? അങ്ങനെയൊക്കെ നോക്കുമ്പോ ശരിയാട്ടോ അല്ല, എനിക്ക്. എന്റെ ഒരു കഴിവ് ഞാൻ തന്നെ പറയാം. എനിക്ക് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാം. ആ ഓക്കെ, ടീച്ചിങ്. എന്ന് വെച്ചാൽ എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് അത് അത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നാൽ എനിക്ക് മനസ്സിലാവുള്ളൂ. ഓക്കെ. അതുകൊണ്ട് ആ ഒരു ഇതിൽ തന്നെയാണ് ഞാനും എനിക്കറിയാവുന്ന കാര്യം പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത്. അപ്പം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ എന്തിനെ പറ്റി ഡൗട്ട് അതെ, നമ്മുടെ ക്ഷമ ഭയങ്കരമായിട്ടുണ്ട്. Okay, നമ്മളൊരു ഒരു 10ാമത്തെ തവണ ചോദിച്ചാലും അതേ ഇതിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുള്ളൂ. നന്നായിട്ട് പറഞ്ഞു തരും. അറിയത്തില്ലാത്ത കാര്യമാണ് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അതിനെ കുറിച്ച് പഠിച്ചിട്ട് പറഞ്ഞോളൂ. ഇപ്പൊ എനിക്കറിയില്ല കേട്ടോ, ഞാനൊന്ന് നോക്കിയിട്ട് പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ട് അവര് ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. പക്ഷെ വിളിച്ച് അവർക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഓക്കെ, ഇതായിരുന്നു നമ്മുടെ സെഗ്മെന്റ്. നിങ്ങളുടെ രണ്ടുപേരുടെ കാഴ്ചപ്പാട് എന്താണ് മാരേജ് ലൈഫ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഡെഫിനീഷൻ കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പൊ പല കുട്ടികൾക്കും ഇപ്പൊ പലരും ഇപ്പൊ സ്പെഷ്യലി ഗേൾസിനൊക്കെ ഇപ്പൊ 30 കഴിഞ്ഞിട്ട് മതി, അല്ലെങ്കിൽ ഇപ്പം എന്നുവെച്ചാൽ ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രി ആയാലും അധികം ഇങ്ങനെ പ്ലാൻ ചെയ്ത് കുറച്ച് കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചാണല്ലോ. അപ്പൊ എല്ലാവർക്കും എന്തോ മാരേജ് എന്തോ വേറെ എന്തൊക്കെയോ ആണെന്നൊക്കെയാണ് ഇപ്പൊ പലരുടെയും ധാരണയും കാര്യങ്ങളും. അപ്പൊ അക്കോർഡിംഗ് ടു യു എന്താണ് മാരേജ് ലൈഫ്, അല്ലെങ്കിൽ എന്താണ് മാരേജ്? ജീവിതം അളക്കുന്നത് ഈ മാരേജ് കൊണ്ടൊന്നുമല്ല. ഒരാളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്ന് പറയുന്നതും മാരേജ് അല്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് എപ്പോഴാണോ ശരിയെന്ന് തോന്നുന്നത് ഒരു റൈറ്റ് പാർട്ട്ണറിനെ കിട്ടുമ്പോൾ അവിടെ ലോക്ക് ചെയ്യാന്നുള്ളതാണ്. അത് അവിടെ ആ ലോക്ക് ചെയ്തിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യുവാണ്. അത് ഇഷ്ടത്തോടെ ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുക. അപ്പം അക്കോർഡിംഗ് ടു മീ മാരേജ് ഈസ് ലൈക്ക് എ കമ്പാനിയൻഷിപ്പ് വിത്ത് എ പേഴ്സൺ ഹു അണ്ടർസ്റ്റാൻഡ് യു. അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ജീവിതം ആസ്വദിക്കാൻ അയാളുടെ രീതിയിലും നിങ്ങളുടെ രീതിയിലും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം മാരേജ് എന്ന് പറയുന്നത്. എനിക്ക് അൾട്ടിമേറ്റ് അല്ല മാരേജ്. എനിക്ക് ഫ്രണ്ട്ഷിപ്പാണ് അതിന്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. മാരേജ് എനിക്ക് സെക്കൻഡറി ആണ്. ഞങ്ങൾക്ക് കല്യാണത്തിന് മുന്നുണ്ടായിരുന്ന സൗഹൃദത്തിനേക്കാൾ മേലെയാണ് ഇപ്പോൾ ഉണ്ടായിരുന്ന സൗഹൃദം എന്ന് പറയുന്നത്. അപ്പൊ മാരേജ് എനിക്ക് ഒരിക്കലും ഒരു 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 എൻഡ് ഓഫ് ദ സ്റ്റോറി അല്ല. ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സൗഹൃദം ബിൽഡ് ചെയ്യാനാണ് കൂടുതലും ശ്രമിക്കുന്നത്. അപ്പൊ നല്ലൊരു സൗഹൃദം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ, റൈറ്റ് പാർട്ട്ണർ തോന്നിയിട്ടുണ്ടെങ്കിൽ, ലിവിങ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇറ്റ്സ് ഫൈൻ. അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ ഈ മാരേജ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉള്ളത് കൊണ്ട് നമ്മളത് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഞങ്ങൾ തമ്മിൽ ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ട്, നമുക്ക് കല്യാണം വേണോ, അത് നമുക്ക് പറ്റുന്നൊരു സംഭവമാണോ എന്നുള്ള ഒരു ഹെൽത്തി ടോക്ക് നമുക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും നമുക്ക് റൈറ്റ് ടൈം തോന്നുന്ന സമയത്ത് ചെയ്യാമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത്. ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഫൗണ്ടേഷനായ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ ഒരു ബിൽഡ് ചെയ്തെടുക്കേണ്ട ഒരു ഇമോഷണൽ റിലേഷൻഷിപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ആ ഇമോഷണൽ റിലേഷൻഷിപ്പിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാ ഫൗണ്ടേഷൻ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു ഇതാണെങ്കിൽ അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബ്രേക്ക് ആയാൽ അത് നമുക്ക് ചില സൗഹൃദങ്ങൾ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റും, ചില സൗഹൃദങ്ങൾ നമുക്ക് ഒട്ടും പറ്റില്ല. അത് ഫ്രണ്ട്ഷിപ്പിൽ പോലും നമുക്ക് പറ്റാത്തൊരു കാര്യം നമുക്കൊരു പാർട്ട്ണർ നമ്മുടെ ഭർത്താവിനോട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഒരു ഡൗട്ട്. ഞാൻ ആലോചിക്കാറുണ്ട്, എൻ്റെ ഒരു സ്വഭാവത്തിന് മാച്ച് ആവുന്ന ഒരാളെ എങ്ങനെ കിട്ടും. എനിക്ക് ഭയങ്കര കൺസേൺ ആയിരുന്നു അത്. അപ്പം ഒരിക്കലും എനിക്ക് ഡിമാൻഡ്സ് അല്ല എനിക്ക് ഉണ്ടായിരുന്നത്. എന്റെ സ്വഭാവം മനസ്സിലാക്കുന്ന അതുപോലെ തന്നെ മറ്റൊരാളുടെ സ്വഭാവം എനിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു എന്റെ കൺസേൺ. എന്റെ സന്തോഷത്തിൽ എന്റെ കൂടെ നിൽക്കുന്ന ഒരാളെയല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തത്. എന്റെ വീഴ്ചയിൽ എന്നെ താങ്ങാൻ പറ്റുന്ന ഒരാളും എന്റെ വളർച്ചയിൽ എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളെ ഞാൻ തേടിയത്. സന്തോഷം നമ്മുടെ ഒരു ജീവിതത്തിൽ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ നമ്മൾ നോക്കുന്ന, ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആയിരിക്കില്ല നമ്മുടെ കൂടെ ഉണ്ടാവുക, നമ്മുടെ ഒരു ശത്രു അല്ലെങ്കിൽ ഞാൻ പറയുന്ന എപ്പോഴും മിത്രമായിരിക്കില്ല നമ്മുടെ കൂടെ ഉണ്ടാവുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ചില സാഹചര്യത്തിൽ നമുക്കിടയിൽ വഴക്കുണ്ടാവുന്ന സാഹചര്യത്തിൽ പോലും എന്നെ ചേർത്ത് പിടിക്കാനായിട്ട് എബിക്ക് സാധിക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ വഴക്കിലായിരിക്കും, അപ്പൊ പോലും എബി സോക്കടോ പോട്ടടോ സാരമില്ല എന്ന് പറയുമ്പോൾ ആ വഴക്ക് അവിടെ മാറുകയാണ്. അപ്പൊ ആ ബേസ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ ആളെ കണ്ടു കഴിഞ്ഞാൽ അവിടെ ലോക്ക് ചെയ്യാന്നുള്ളതാണ്. നിങ്ങളിപ്പോ ഈ ഒരു ജനറേഷനിൽ മാരേജ് കഴിഞ്ഞോണ്ട് ഞാൻ ചോദിക്കുകയാണ്, പലരും ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ റെസ്പെക്ട് എന്ന് പറഞ്ഞ വേർഡ് ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയി കഴിയുമ്പോഴത്തേനും പലർക്കും കാരണം ഹസ്ബൻഡിന് ഇങ്ങനെ നിൽക്കണോ അല്ലെങ്കിൽ ചേട്ടാന്ന് വിളിക്കണോ അല്ലെങ്കിൽ അത് വേർഡിലാണ് റെസ്പെക്ട് ഇരിക്കണേ എന്നാണ് ഇപ്പത്തെ എല്ലാവരും സംസാര രീതിയും എല്ലാം. അങ്ങനെ എന്താണ് റെസ്പെക്ട്, ഒരു മാരേജ് ലൈഫിൽ എന്താണ് റെസ്പെക്ട് എന്ന് ഒന്ന് പറഞ്ഞുതരാമോ? മാരേജ് ലൈഫിൽ എന്നല്ല,
ഏതൊരു ഹ്യൂമൻ ബീയിങ്ങിനും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റെസ്പെക്ട് എന്ന് പറയുന്നത് എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണ്. അതെ അതെ അത് മാരേജ് ലൈഫിൽ നിന്നുള്ളത് അതൊരു ലേബൽ ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ വീട്ടിലുള്ള ചെറിയ കൊച്ചിനാണെങ്കിൽ പോലും അവൾ പറയുന്ന ചില കാര്യങ്ങൾ നമ്മൾ കേൾക്കണം, അവളെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ചെറുപ്പത്തിലേക്ക് നമ്മൾ പറഞ്ഞൊക്കെ ഒന്നും പാരന്റ്സ് ഇഗ്നോർ ചെയ്യുമായിരുന്നു. അപ്പോഴൊക്കെ നമുക്ക് ചെറിയൊരു വിഷമം ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെയല്ല, ഏതൊരാൾ പറയുന്ന ഒരു കാര്യവും എടുത്തില്ലെങ്കിൽ ഒന്ന് കേൾക്കാനുള്ള ഒരു സ്പേസ് അവിടെ നമ്മൾ കൊടുക്കണം. അത് അയാൾ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. പിന്നെ അതിന്റെ ഒരു വേരിയേഷൻസ് ആണ്, അതിന്റെ ഒരു മീറ്റർ ആണ് നമ്മൾ അയാളെ റെസ്പെക്ട് ചെയ്യണത്. ഇങ്ങനെ ആയിരിക്കണോ, ഇങ്ങനെ ആയിരിക്കണോ, മുണ്ടടിച്ചിടണോ, ഇരിക്കണോ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അതേ തന്നെയാണ് നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിൽ വരുമ്പോഴും ഞാൻ എബിക്ക് കൊടുക്കുന്ന ഒരു സ്പേസ് ആണ് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ എബി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇടയിൽ കയറി സംസാരിക്കാതെ ഞാൻ ഇരുന്നത് കേൾക്കുന്നതാണ് ഞാൻ എബിക്ക് കൊടുക്കുന്ന റെസ്പെക്ട് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് റെസ്പെക്ട് എന്ന് പറയുന്നത്. അല്ലാതെ രാവിലെ എണീറ്റ് ചേട്ടാ ചായ എന്ന് പറയുന്നതൊക്കെ എനിക്ക് നടക്കുന്ന കാര്യമല്ല. എബി അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്നാണ് എന്റെയും ഒരു വിശ്വാസം. പക്ഷെ അത് ചെയ്യുന്നത് ഒട്ടും മോശമാന്നുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. അതാ ഞാൻ പറയുന്നത്, അത് ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ ആണ്, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ചെയ്യുന്നത് ആസ്വദിക്കുന്നവരും അത് ചെയ്യുന്നത് ശരിയാന്ന് വിചാരിക്കുന്നവരും ഉണ്ടെങ്കിൽ അത് അവർക്ക് ശരിയാണ്. ഇതിനെ കുറിച്ചൊന്നും അങ്ങനെ ആധികാരികമായിട്ട് പറയാനുള്ള ഒരു സമയം നമ്മൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ടായിട്ടില്ല. സ്റ്റിൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു ടൈം, ഒരു 9 years എന്നുള്ള ഇതിൽ ഞങ്ങൾ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട്. രണ്ടുപേരുടെയും ഒരു സ്പേസിന്റെ ബൗണ്ടറി എന്ത്, അതൊന്ന് അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കീപ്പ് ചെയ്തിട്ട് അതിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന കാര്യങ്ങളാവാം, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാവാം, അതിനെ ഒന്ന് അതിന്റെ ഒരു ബൗണ്ടറി കൂടെ ഒന്ന് കൊണ്ടുപോയാൽ അത് റെസ്പെക്ട് എന്നാണ് വിളിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഓക്കെ. നമ്മൾ 2 ദിവസം ഭയങ്കര സീരിയസ് ആയി. ഞാനിപ്പോ എന്താ പറഞ്ഞു, നമുക്ക് കുറച്ചൊക്കെ അല്ലേ അപ്പൊ നേരെ പിടിച്ചോ. ഇനി എന്റെ ലെവലിലേക്ക് പെട്ടെന്ന് എസ് ഓർ നോ ആണേ. ഓക്കെ, ഞാൻ എക്സ്പ്ലനേഷൻ ചോദിക്കും, വെറുതെ കാണിച്ചാ പോരാ, കേട്ടല്ലോ. ഇപ്പഴങ്ങ് പറഞ്ഞേക്കാം ഡിസ്ക്ലെയിമർ ആയിട്ട്. ഞാൻ പണ്ടേ വിട്ടതാ ക്വസ്റ്റ്യൻ പേപ്പറിൽ എക്സ്പ്ലനേഷൻ, എനിക്കത് ഇഷ്ടമല്ല. അതെ, 1 mark. ഫൈറ്റ് ഒഴിവാക്കാൻ ചില സമയത്ത് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും പറഞ്ഞിട്ടില്ല. ഫൈറ്റ് ആണെങ്കിൽ ഫൈറ്റ് അല്ലേ, കാര്യം മുഖത്ത് നോക്കി പറയും. എപ്പോഴെങ്കിലും മുഖത്തൊക്കെ പറയും ഇങ്ങനെയൊക്കെ പറയാം. ബ്രൂട്ടലി ഓണസ്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ, കുറച്ചെങ്കിലും ഒരു മയം അതില്ല. അതിവിടെ കരഞ്ഞാല് പറയാനുള്ളത് പറഞ്ഞിരിക്കും, അത് ആരോടാണെങ്കിലും. അതിട്ട് ആശ്വസിപ്പിക്കാൻ വരുമോ? പോട്ടെ, ചിലപ്പോഴൊക്കെ പറയാനുള്ളതാ പറയുന്നത്, അത് മനസ്സിലാക്കി കൊടുത്താൽ മതി. അങ്ങനെ മതി. ഓക്കെ, അല്ല ഒപ്പിക്കണ ഞാനായിരിക്കും, പിന്നെ കുറ്റം പറയാൻ പറ്റില്ല. പ്രൊഫഷണൽ സ്പേസ് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പ്രൊഫഷണൽ ആയിട്ടുള്ള സ്പേസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏതാ കാണിക്കണ്ടേ? യെസ് ആഗ്രഹിക്കുന്നുണ്ട്. നോ അല്ലേ കാണിക്കേണ്ടത്? ആഗ്രഹിക്കുന്നില്ല. ക്വസ്റ്റ്യൻ എഴുതിയ ആൾക്ക് തെറ്റാണ്. ഓക്കെ, ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്നുണ്ട്. ഇതെന്താ ക്വസ്റ്റ്യൻ? എന്താ? പ്രൊഫഷണൽ സ്പേസിൽ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നോ, ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ അഭിനയത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്? ഇല്ല അങ്ങനെയല്ല. ഓക്കെ, മ്യൂസിക്. ഓക്കെ ഓക്കെ, ആ ലെവല് അല്ലേ. ഓക്കെ ഓക്കെ, ആവട്ടെ. എന്റെ നാക്ക് കരുനാക്ക പൊന്നാവട്ടെ. അതെ, അദ്ദേഹത്തിന്റെ മ്യൂസിക്കിൽ അഭിനയിക്കാൻ എനിക്ക് അതിനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഞാൻ മ്യൂസിക് കമ്പോസർ കൂടുതൽ ഞാൻ മ്യൂസിക് പ്രൊഡ്യൂസർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവിടെയുള്ള അത്യാവശ്യം കമ്പോസേഴ്സിന് വേണ്ടിയിട്ടല്ല ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഗ്രേസ് അഭിനയിക്കുന്ന ഏതെങ്കിലും മൂവി എപ്പോഴും എന്റെ അടുത്ത് വരും. അതെ, ശരിയൊക്കെ തരാം. അതെ, എന്റെ കയ്യിൽ തന്നെ കിട്ടും ആ പാട്ടൊന്ന്, ഞാൻ തന്നെ എക്സ്പ്രഷൻ ഇടണം. ചില ഫംഗ്ഷന് പോകുമ്പോൾ സ്ക്രിപ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചില ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോ ഇങ്ങോട്ടേക്ക് വരുമ്പോ എന്തെങ്കിലും സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്? അങ്ങനത്തെ ഒരു കാര്യം എനിക്കില്ല. അത് വലിയ പാടല്ലേ. അതെ, ഓർത്തിരിക്കണം, മറന്നു, അതിനേക്കാളും ഭേദമാണ്. അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. ഓക്കെ, നിങ്ങൾ പബ്ലിക്കിൽ അപ്പിയർ ചെയ്യുമ്പോഴോ ഇപ്പം മാരേജിന് ശേഷം ഇങ്ങനെ ക്യാമറ വരും ഒന്നും മിണ്ടല്ലോ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? അങ്ങനെ സിറ്റുവേഷൻ ഉണ്ടാക്കാതെ അപ്പൊ തന്നെ അവിടെ സ്കൂട്ടാവും. വേറെ വഴിയുണ്ടോ ഞങ്ങൾ നോക്കും, ഏതെങ്കിലും വഴിയുണ്ടോ. ഞങ്ങളെ കാണുന്നത് വളരെ റെയർ അല്ലേ. ശരിയാട്ടോ, ഒരു സോഷ്യൽ മീഡിയയിൽ അങ്ങനെ പ്രത്യക്ഷപ്പെടാറില്ലല്ലോ. പക്ഷെ ഞങ്ങൾ എല്ലായിടത്തും പോവാറുണ്ട്. എങ്ങനെയൊക്കെ ആയിരിക്കും? അത് പറഞ്ഞുതരാം, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞു. വാട്സാപ്പിൽ പാർട്ട്ണറിനെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്? നെവർ.
ഇത്ര വർഷത്തിനുള്ളില് Never. ഓ എനിക്ക് ഞാൻ വഴക്കിട്ടാലും എനിക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് എബിയായിട്ടുണ്ടെങ്കിലും അതിന്റെ സൊല്യൂഷൻ കാണാൻ ഞാൻ എബിയടുത്ത് തന്നെ ചെല്ലണം. ബ്ലോക്ക് ചെയ്തിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് 0 ഫ്രണ്ട്സാ. ഓക്കെ മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ബെസ്റ്റ് ബഡി ഈസ് എബി. സോ അതുകൊണ്ട് എനിക്ക് അതൊരു ചില സമയത്ത് പോസിറ്റീവ് ആണ്, നെഗറ്റീവ് ആണ്. വഴക്കുണ്ടാക്കിയാലും ഒന്ന് ആശ്വസിപ്പിക്കാനോ ശരി എല്ലാം നമ്മൾ പറയുന്നോണ്ട് ഇവർക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കാനും പറ്റുമായിരിക്കും. ഇല്ല അത് നേരെ തിരിച്ച. ഇല്ല എന്റെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇല്ല എനിക്കത് പറ്റത്തില്ല. ആണോ ഓക്കെ എനിക്ക് പറ്റത്തില്ല. എനിക്ക് പറ്റത്തില്ല. മിണ്ടി തീർത്തില്ലെങ്കിലുണ്ടല്ലോ പറഞ്ഞു തീർക്കണം. പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. വലിയൊരു കല്ലങ്ങ് മനസ്സിൽ നിന്ന് ഇറങ്ങി പോയല്ലേ. അങ്ങനെ കുഴപ്പമില്ല അല്ലെ, പറഞ്ഞു തീർക്കണം എന്നൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ കേട്ടിങ്ങനെ ഇരിക്കും. അതിങ്ങനെ ഇരിക്കും. അത് പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സമാധാനമായിട്ട് എടാ അത് ഇതല്ലേ എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ തുടങ്ങിയാൽ മതി. അപ്പൊ ഞാൻ അങ്ങനെയായിരുന്നല്ലേ നേരത്തെ പറയണ്ടേ. അതെ എന്റെ എനർജി വേസ്റ്റ് ചെയ്തു. ഓക്കെ ഓക്കെ. അല്ല നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത് ബ്ലോക്ക് ചെയ്തിട്ടില്ല അല്ലേടാ? എങ്ങനെ ബ്ലോക്ക് ചെയ്യണം? അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്ക് പറ്റില്ല. ഐ മീൻ പറ്റുമായിരിക്കും, അതിനുള്ള ബ്ലോക്കിംഗ് ഓപ്ഷൻ. ഞാൻ വേറെ ഒത്തിരി പേരെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ബ്ലോക്കിംഗ് പക്ഷെ വെളിപ്പെടുത്താൻ താല്പര്യമുണ്ടോ? അതെന്താ അറിയാം, കുറച്ചിങ്ങനെ അനോയിങ് മെസ്സേജസ് ഒക്കെ വരും. ഓ അങ്ങനെ. പിന്നെ ചില എന്നോട് ചാൻസ് ചോദിക്കണോ, ഞാൻ തന്നെ വേറെ ട്രാക്കിലാണ് പോയിക്കൊണ്ടിരിക്കണേ. അതെ ചാൻസ് ചോദിക്കാം. ഓക്കെ. ചേച്ചി സിനിമയിൽ റൊമാൻറ്റിക് സീൻ ചെയ്യുന്നത് കണ്ട് കളിയാക്കിയിട്ടുണ്ട്. ഞാൻ എവിടെ റൊമാൻറ്റിക് സീൻ ചെയ്തേക്കുന്നേ? ഇല്ല അല്ലേ? ചിരിക്കുന്നത്. നീ എവിടെ നീ സെർച്ച് ചെയ്ത് എന്നെ പറ്റി ചോദ്യങ്ങൾ കണ്ടുപിടിച്ചത്? ബാക്ക്ഗ്രൗണ്ട് സ്റ്റഡി നടത്തിയിട്ടില്ല. ഞാൻ റൊമാൻസ് റൊമാൻറ്റിക് അല്ല, അങ്ങനത്തെ ഇതല്ല. ലൈക്ക് കരയണ ഇമോഷണൽ സീൻ ചെയ്യണ കണ്ടിട്ട് ഇമോഷൻ അല്ല, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒക്കെ ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ടല്ലോ. അവൻ അതിലെവിടെയാ ഭയങ്കര ക്ലോസ് ആയിട്ടൊക്കെ അഭിനയിച്ചേക്കുന്നത്? എനിക്ക് അതിനുള്ള സാധ്യത കിട്ടിയിട്ടില്ല. ആഗ്രഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഒരു അവസരം കിട്ടിയ വിടുവോ? അത് ഞാൻ വിടേണ്ട കാര്യമല്ല. അതിനെങ്ങനെ എവിടെ അനുവാദം ചെയ്യേണ്ട കാര്യം? ആ ശരിയാ, നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അല്ലെ. എന്റെ ഇഷ്ടല്ലേ ഞാൻ ചെയ്യണം. ചമ്മലുണ്ടാവോ? ചമ്മൽ അത് പ്രൊഫഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുമ്പോ നമുക്ക് അതിന്റെ ചമ്മണ്ട കാര്യമില്ല. ഓക്കെ. കരയുമ്പോ നമ്മൾ ചമ്മണോ? എന്തിനാ നമ്മളെ? ഇല്ല. ഓക്കെ. ആദ്യമായിട്ട് അത് നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് എങ്ങനെയാ? ഓർക്കുന്നുണ്ട്. ടോണിക്ക കഫേയിലാണ് ഫസ്റ്റ് മീറ്റ് ചെയ്തത്. അന്ന് എന്ത് കോസ്റ്റ്യൂം ആയിരുന്നു ചേച്ചിട്ട്? ഒരു പിങ്ക് കളറില് ഒരു ബ്ലാക്ക് ഡോട്ടുകളൊക്കെ ഉള്ള ഒരു ജാക്കറ്റ് പോലത്തെ ഒരു ഇതും, പിന്നെ ഭയങ്കര പാന്റ് മുഴുവൻ ഇങ്ങനെ ഭയങ്കര ഡിസൈൻ ഉള്ള കൂട്ടൊരു. അല്ല നമ്മൾ ഇടയ്ക്ക് പറയുന്ന ഐ മീൻ ഈ ഇൻസിഡന്റ് നമ്മൾ ഇടയ്ക്ക് പറയുന്നോണ്ട് എനിക്ക് ആ കോസ്റ്റ്യൂം നല്ല ഓർമ്മയുണ്ട്. അതാണ് ഫസ്റ്റ് മീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളെ? ഞാൻ വിറച്ചായിരുന്നു. വീട്ടിൽ നിന്ന് കള്ളത്തരൊക്കെ പറഞ്ഞ? അങ്ങനെയല്ല, പറഞ്ഞിട്ടാ പോന്നെ കാണാൻ പോവാന്ന്. എബിച്ചേട്ടന് എന്ത് കോസ്റ്റ്യൂം ആയിരുന്നു? മറവിയുള്ള ഞാൻ അത് പറഞ്ഞു. ഫസ്റ്റ് മീറ്റ് ഡെനിം ബ്ലൂ ഷർട്ടാന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പാന്റ് ഞാൻ ശ്രദ്ധിച്ചില്ലടാ. കുഴപ്പമില്ല, അത് കറക്റ്റ് ആണോ? ഡെനിം ബ്ലൂ ഷർട്ട് അല്ല. അയ്യോ, ആ സമയത്ത് എനിക്കതില്ല. സാരില്ല, കൊല്ലങ്ങൾക്ക് മുന്നേ അല്ലേ. അന്നൊരു ബ്ലാക്കിൽ ഇങ്ങനെ വര ഉള്ളായിരുന്നു. അതുമല്ല. നിങ്ങൾ ഫസ്റ്റ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്? കാരണം നിങ്ങളെ ഫസ്റ്റ് ടൈം ആണല്ലോ. അത് മറ്റേ ഇത് വർക്കിന്റെ കാര്യം പറഞ്ഞു, ഷോർട്ട് ഫിലിമിന്റെ കാര്യം പറഞ്ഞല്ലേ, അതാണ് സ്റ്റാർട്ട് ചെയ്തത്. അല്ലാതെ വേറൊന്നുമില്ല. വേറെ എന്ത് പറയാനാ? What do you mean? അങ്ങനെയല്ല. അത് ആ സമയത്ത് ഞാൻ റിപ്ലൈ ചെയ്യാൻ ഒരു കുറച്ച് സമയം എടുത്തായിരുന്നു. എന്നോട് വർക്കിന് ചെയ്യാമോന്ന് ചോദിച്ചിട്ട് ഞാൻ ആദ്യത്തെ റിപ്ലൈ എടുത്ത് 1.5 മാസം കഴിഞ്ഞ. വർക്ക് ഇറക്കി അപ്പൊ തന്നെ ഇല്ല, വർക്ക് പിന്നെ നടന്നില്ല. പിന്നെ ഇതായിരുന്നല്ലോ വർക്ക്. പിന്നെ ഇതെങ്ങനെ വർക്കാവാൻ വേണ്ടിയിട്ടുള്ള വർക്കിലായിരുന്നു. ഓക്കെ. ഗ്രേസിന്റെ പൊങ്ങച്ചം കേട്ട ചേട്ടന് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. അങ്ങനെ പൊങ്ങച്ചം ഒന്നുമില്ല. ഞാൻ ഗ്രേസിന്റെ ആക്ച്വലി ഇപ്പൊ ഷൂട്ടാണെങ്കിൽ ഷൂട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോയിട്ട് വന്ന ആ സംഭവങ്ങൾ ഞാൻ ചോദിച്ച് എന്നുവെച്ചാൽ ഗ്രേസ് എന്ത് പറഞ്ഞാലും അത് പറഞ്ഞ് നമ്മളോട് ഒരു കാര്യം നടന്ന കാര്യം പറയുമ്പോ കുറച്ചൊക്കെ അഭിനയിച്ചൊക്കെ പറയുന്നത്. ഇത് കണ്ടിരിക്കാൻ നല്ല രസമാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ ഓരോ ദിവസം ഷൂട്ടിന് പോയിട്ട് വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊക്കെ പോയിട്ട് വരുമ്പോ ഞാൻ അങ്ങോട്ട് ചോദിച്ച് ഒരു കഥ കേൾക്കുന്നവരെ ഞാനിരുന്ന് കേൾക്കും. ഇന്നെന്താണ്ടായേ? അങ്ങനെയാ. ഞാൻ കുളിച്ചിട്ടൊക്കെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഇല്ല ഫ്രഷ്. ആ സാധനം ഇപ്പൊ എനിക്ക് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അമ്മ, ചിന്ന, ആ ചെറുത്, ഇത് 4 എണ്ണത്തിന് വേണ്ടി ഇരുത്തി കഥ പറയാൻ. അച്ഛൻ പിന്നെ മൈൻഡ് ചെയ്യില്ല, പുള്ളിയുടെ പണിക്ക് നടക്കും.
പക്ഷെ ഇതിന് എബിയോട് പറഞ്ഞു കഴിഞ്ഞിട്ട് അമ്മ അവിടെ ഇല്ലെങ്കിൽ അമ്മയോട് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഇവരിങ്ങനെ ഭയങ്കര ക്യൂരിയോസ്ഡ് ആണ് കഥകൾ കേൾക്കാൻ വേണ്ടിട്ട്. എബിക്ക് അങ്ങനെ ഒരു ഫേസ് കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് അത് ഉണ്ടാവും. ഗ്രേസിന്റെ ഒരു വേ ഓഫ് പ്രസന്റേഷൻ ഭയങ്കര രസമാണ്. അപ്പൊ അത് അവര് സംസാരിക്കണ പോലെയും അവര് പറയണ ആ മോഡുലേഷനിൽ അതിലൊക്കെ പറഞ്ഞൊക്കെ ചെയ്തു കൊടുക്കും ബോഡി ലാംഗ്വേജ് ഒക്കെ.